ചെമ്മീൻ, ഫിഷ് ഫ്രൈ, ചിന്നമുട്ട, ബീഫ് റോസ്റ്റ്, കല്ലുമ്മക്കായ, കൂന്തൽ, പൊരിച്ച പത്തിരി, പൊരിക്കാത്ത പത്തിരി. നല്ല ഒത്തന്റിക് ആയിട്ടുള്ള കോഴിക്കോടിന്റെ സ്വന്തം ഹൽവ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പിൽ തന്നെ വന്നോട്ടോ. ഗായത്രിന്റെ ചാനൽ കണ്ടിട്ട് പ്രത്യേക ഡിസ്കൗണ്ട്. ഹായ് ജിനേഷ് ചേട്ടാ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് കോഴിക്കോടാണ്. എന്തിനാണ് കോഴിക്കോട് പോകുന്നത്? മെയിൻ നമ്മുടെ ഉദ്ദേശം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. പച്ചക്കള്ളം അല്ല ഗൈസ്, നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്, പക്ഷെ ഫുഡാണ് മെയിൻ. ഈ വ്ലോഗ് ഫുൾ നമ്മൾ ഫുഡാണ് കാണിക്കാൻ പോകുന്നത്. അതെ, മാക്സിമം അവിടുത്തെ ഡിഫറെന്റ് സീ ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കോഴിക്കോട് പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് എടുത്തു വെച്ചോ, ആവശ്യം വരും. എല്ലാ ഡീറ്റെയിൽസും അതിണ്ട് വിത്ത് ബില്ല്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ട്രെയിൻ ഇതല്ലായിരുന്നു, ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് ഉള്ള ടൈപ്പ് അതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. നമുക്ക് എന്തായാലും കോഴിക്കോട് തന്നെ ഒരു 2 മണിക്കൂർ എടുക്കൂലേ? അപ്പൊ ഇതുവരെ എന്ത് ചെയ്യും? അതെ, ഈ വേഷം കിട്ടി തന്നെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ അതേ നമുക്ക് മാധുവിന് നൈസായിട്ട് അപ്പുറത്താക്കിയിട്ട് നമുക്ക് കുറച്ച് റൊമാൻസ് ആലോചിച്ചിട്ടാ. അങ്ങനെ കോഴിക്കോട് റൊമാൻറ്റിക് മൂഡ് നശിപ്പിച്ചു. അതിനൊന്നും ടൈമില്ല, വിശന്നിട്ട് കണ്ടാടാൻ പറ്റില്ല ഗൈസ്. നമ്മളിപ്പോ വിശന്ന് പൊരിഞ്ഞിട്ടാണ് വന്നത്. അപ്പം നേരെ പോയത് നമ്മുടെ ഹോട്ടൽ റഹ്മത്ത്. യെസ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എല്ലാ ടൈപ്പും ബിരിയാണി അങ്ങോട്ട് എടുത്തു. നമ്മുടെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും. റിബാണ് ഏറ്റവും ടേസ്റ്റ് ഗൈസ്. റിബിന്റെ ടേസ്റ്റ്, എന്റെ പൊന്നെ ഗ്രേവി നല്ല ഇപ്പോഴും വയറിൽ വെള്ളം വരും. നിങ്ങൾ പോവാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആദ്യം ട്രൈ ചെയ്യേണ്ടത് റിബാണ്. പിന്നെ ബീഫ് ബിരിയാണി, അത് രണ്ടും. ചിക്കൻ അത് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ 6 പേരും കൂടി കഴിച്ചിട്ട് വെറും 1279 രൂപ 75 പൈസ, അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാണിച്ചാൽ നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഫ്രഷ് ആവാം. ഇവിടെ 2 റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്, ബാൽക്കണി ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം പോയി റെഡിയാവാം. എല്ലാവരും റെഡിയായി ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ ഹോളിലോട്ട്. അപ്പൊ നമ്മൾ എടുത്ത ഫുഡ്സ് ഒക്കെ ഇതൊക്കെ ആട്ടോ. പൊറോട്ട, പനീർ, പാസ്ത, ഫിഷ് ഫ്രൈ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓൾറെഡി നമ്മൾ കഴിച്ചല്ലോ. അപ്പൊ ഇനി നമുക്ക് നേരെ സ്വീറ്റ്സിലോട്ട് പോവാം. കേക്ക് ഉണ്ടായിരുന്നു, പിന്നെന്താ ഹൽവയാണ്, ക്യാരറ്റ് ഹൽവയാണെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഹൽവ. നേരെ പോയത് അവിടുത്തെ കോഴിക്കോട് ബീച്ച്. യെസ്, നമ്മുടെ കോഴിക്കോട് ബീച്ച്. ഓക്കെ, നട്ടപ്പാതിരാത്രി ഏകദേശം 11-12 ടൈം ആയി കാണും. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഇല്ലേ? അതെ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള അത് കഴിച്ചു. അത് നന്നായിട്ട് ആ ചേട്ടൻ ചുരണ്ടി തന്നായിരുന്നു. 3 ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് തോന്നുന്നു എരിവൊക്കെ ഉള്ള ഉപ്പിലിട്ടത്, സ്വീറ്റ്, പിന്നെ മിക്സഡ്. അത്ര പോരാ, സ്വീറ്റിയും പോരാ, പക്ഷെ ഉപ്പിലിട്ടാണ് സൂപ്പർ, നൈസ് ആണ്. അതെ, ഇനി നമ്മുടെ കോഴിക്കോടുകാരുടെ സ്പെഷ്യൽ ഐറ്റം കല്ലുമ്മക്കായ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. യെസ്, ആ മാവ് ഇങ്ങനെ കുത്തി നിറച്ചൊരു ഐറ്റം ആയിരുന്നു. പിന്നെ 2-3 കാടമുട്ട വേങ്ങിയപ്പോഴാണ് സമാധാനമായത്. വിശപ്പ് മാറിയില്ല. വീട്ടിൽ ചെന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, പിസ്സ വാങ്ങി കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഷേഗർ ഫുഡ്സ് നിയർ സിവിൽ സ്റ്റേഷൻ. മസ്റ്റ് ട്രൈ ആണ് മക്കളെ. സീ ഫുഡ് ആണ് മെയിൻ. ചെമ്മീൻ, ഫിഷ് ഫ്രൈ, ചിന്നമുട്ട, ബീഫ് റോസ്റ്റ്, കല്ലുമ്മക്കായ, കൂന്തൽ, പൊരിച്ച പത്തിരി, പൊരിക്കാത്ത പത്തിരി. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ആ ചെമ്മീനും വാങ്ങിയിട്ട് കറി ഉണ്ടല്ലോ. എന്റെ അമ്മോ, ലൈഫിൽ ആദ്യമായിട്ടാണ് ഫുഡ് കഴിച്ച് കൺട്രോൾ പോണത്. മാത്രമല്ല അമ്മന്റെ കണ്ണും തള്ളിപ്പോയി ബില്ല് കണ്ടപ്പോ. വെറും 1238 രൂപ. നമ്മുടെ കൊച്ചി കിട്ടൂല. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ മിഠായി തെരുവിലോട്ടാണ് പോണ വഴിക്ക് കുറെ അധികം ഡിസ്കൗണ്ടിൽ ബുക്സ് വെച്ചിരിക്കുന്ന കണ്ടു. അങ്ങനെ മാധുവിന് കുറച്ച് ബുക്സ് വാങ്ങാന്ന് വിചാരിച്ചു. കുറച്ച് റീഡിംഗ് ബുക്സ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ മിഠായി തെരുവിലോട്ട് നടക്കുകയാണ്. ഗൈസ്, ഞാൻ എടുത്തതിൽ ഏറ്റവും ഭംഗിയുള്ള ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ ജീവിതത്തിലെ 2 സമ്പാദ്യങ്ങൾ. അത് പൊളിച്ച് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നേ പറയൂല. അമ്മ മിഠായിത്തരും മൊത്തത്തിലും മാറി. പിന്നെ അതിന് മുമ്പ് നീ പോയിട്ടുണ്ടോ? എന്റെ മനസ്സിൽ മിഠായിത്തരും ഇങ്ങനെ അല്ലായിരുന്നു. ചളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹൽവ മേടിക്കാൻ പോവാണ്. നല്ല ഒത്തന്റിക് ആയിട്ടുള്ള കോഴിക്കോടിന്റെ സ്വന്തം ഹൽവ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പിൽ തന്നെ വന്നോട്ടോ. കാരണം നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഷോപ്പ് എവിടെയാണ്? ഇത് നമ്മുടെ ഗൈസ് അരക്കൽ ബ്രോയുടെ ഷോപ്പ്. അതെ, അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ബ്രോ തന്നെ പറയും. എന്ത് തീറ്റണമ്മു, ഞാൻ കഴിക്കായിരുന്നില്ല, തീറ്റിക്കായിരുന്നു എന്നെ കൊണ്ട്. ഇത് പ്രസവരക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൽവയാണ്. അതെനിക്കറിയാൻ പാടില്ല, പക്ഷെ പുള്ളി എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. എല്ലാരും കോഴിക്കോട് വന്നാല് SM സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ മിഠായി തെരുവിന്റെ പ്രിയപ്പെട്ട ഹലുവകള്, അതായത് ഓറിയന്റൽ ബേക്കറി, SM സ്ട്രീറ്റ്, കാലിക്കറ്റ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കടയാണ്. ഗായത്രിന്റെ ചാനൽ കണ്ടിട്ട്, ദിനേശ് ഗായത്രി യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്ന എല്ലാവർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഞങ്ങൾ തരും. പിന്നെ ആര് വന്നാലും ഞങ്ങൾ എല്ലാവർക്കും സാമ്പിൾ കഴിക്കാൻ ഞങ്ങളെ വക സ്നേഹം ഫ്രീ ആക്കി തരും. സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളെ ഹലുവ എല്ലാം സാമ്പിൾ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നതിന് മാത്രം ഞങ്ങൾ കാശ് ഈടാക്കുള്ളൂ. ബാക്കി ഏത് സാധനങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തരും. അമ്മു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹലുവ ഏതാണെന്നറിയോ?
ഗോതമ്പ് ഹൽവ. പിന്നെ മിൽക്ക് മെയ്ഡ് ഹൽവ ഉണ്ടായിരുന്നു, കാന്താരി ഹൽവ ഉണ്ടായിരുന്നു, പ്രസവരക്ഷ ഹൽവ ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി ഓഫ് ഹൽവ ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും വന്ന് ഈ ഷോപ്പിൽ തന്നെ വാങ്ങണം കേട്ടോ. ഇത് വേറൊരു കാര്യം പറയട്ടെ, ഇത് പെയ്ഡ് കൊളാബറേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അവിടെ വന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു ഷോപ്പായിരുന്നു. ഏറ്റവും അറ്റത്തെ കട. അങ്ങനെ നോക്കി വന്നിട്ടാണ് നമ്മൾ ഈ കടയിൽ കയറി ഈ ചേട്ടനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു, ചാനലിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ. അപ്പോൾ എന്തായാലും കോഴിക്കോട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. തിരിച്ചു പോരാൻ നേരത്ത് കുറച്ച് ഹൽവ എക്സ്ട്രാ നമുക്ക് പൊതിഞ്ഞു തന്നായിരുന്നു, ട്രെയിനിലിരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ കോഴിക്കോട് യാത്ര കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ. ബൈ ബൈ.